ആർക്കാൻ തന്നെ വേണ്ടത് വന്നു നോക്കണ്ട കുട്ടികളെ കോലറിയണമെങ്കിൽ. അപ്പൊ അറിയാം നിങ്ങളെ കൂടുതൽ ബന്ധമുള്ള ആൾക്കാർ. നിങ്ങൾ എന്ത് കേട്ടാലും തക്ബീർ ചെല്ലുന്ന, എന്ത് കേട്ടാലും അത് അംഗീകരിക്കുന്ന സമൂഹമല്ലേ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ശ്രീ സിറിയക് ജോൺ കേരളത്തിന്റെ മന്ത്രിയായിരിക്കുന്ന സമയത്ത്, സിറിയക് ജോൺ കേരളത്തിന്റെ മന്ത്രിയാണ്, അദ്ദേഹം തിരുവമ്പാടിയിൽ വെച്ച് ഇതുപോലത്തെ ഒരു പൊതുയോഗത്തില് അഖിലേന്ത്യാ സുന്നി ജമിയത്തുലമയുടെ സെക്രട്ടറി എത്തിയിട്ട് പറഞ്ഞു, അയാൾ പ്രസംഗിച്ച പ്രസംഗ, മുസ്ലിം സമുദായത്തിൽ ഇനി ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ അത് ഇദ്ദേഹമായിരിക്കും എന്ന് പറഞ്ഞു. ജബ്ബാറാജി അല്ലട്ടോ, മറ്റേ ആളെ പറഞ്ഞത്. അയാളെ പേര് ഞാൻ ആ പേര് ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാണ്. കാരണം പേരുപയോഗിക്കാത്ത അദ്ദേഹത്തുള്ള വിദ്വേഷം കൊണ്ടല്ല, വെറുതെ അത് പറഞ്ഞ് നമ്മളൊരു സങ്കടപ്പെടാൻ ചെയ്തില്ല. ഈ വിഷയം മുസ്ലിം സമൂഹത്തിൽ ഇനി പ്രവാചകൻ വരികയാണെങ്കിൽ ഇദ്ദേഹമായിരിക്കും എന്ന് പറഞ്ഞു. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു കൗമ്. തക്ബീറെ, ഒരു നബി വരികയാണ്, തക്ബീറില്ല. ആ തക്ബീർ ചൊല്ലിയ ആളുകളുടെ അത്ഭുതം ആ നാട്ടുകാർ പറഞ്ഞു. അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പ്രസംഗം വന്ന് ചിലരൊക്കെ റെക്കോർഡ് ചെയ്തിരുന്നു, സാധാ റെക്കോർഡ്. അങ്ങനെ ആ പ്രസംഗം നമ്മൾ കേട്ടു. ഞാൻ കോഴിക്കോട് ഓഫീസിലിരിക്കുന്ന സമയത്ത്, സുന്നിയക്കാർ ഓഫീസിലിരിക്കുമ്പോൾ ഷെയ്ഖുന ശംസുലം ഓഫീസിൽ വന്നു. ഞാൻ ഇപ്പോഴും അരങ്ങനെ ഓർക്കുക. അദ്ദേഹം ഓഫീസിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് പത്രം വായിച്ചു കൊടുക്കാന്നുള്ളൊരു പണിയുണ്ട്. ഇടയ്ക്ക് അദ്ദേഹം വിളിക്കും, അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വിളിക്കും. പത്രം വായിച്ചു കൊടുക്കുന്നതിനിടയിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഷെയ്ഖുന, തിരുവമ്പാടിയിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട സിറിയക് ജോൺ മന്ത്രി ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്, അതിൽ തക്ബീർ ചൊല്ലിയിട്ട് കുട്ടികളെന്നാണ്. ഷെയ്ഖുന പറഞ്ഞത് ശരിയാണ്ടാവും. ഞാൻ ആകെ ഒന്ന് പതറി. കാരണം നമ്മള് ഷെയ്ഖുനന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മറുപടി ശരിക്കും കിട്ടും എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ. അത് പാളിപ്പോയി. ഞാൻ ഒന്നുകൂടി പറഞ്ഞു, മുസ്ലിം സമുദായത്തിൽ ഇനി ഒരു നബി വരികയാണെങ്കിൽ ഇദ്ദേഹമായിരിക്കും എന്നാ പറഞ്ഞത് എന്നാണ്. അതിനെന്താണ് കുഴപ്പമെന്ന് വെച്ചു. എനിക്ക് മനസ്സിലായില്ല. ഞാൻ മിണ്ടാതെ പിന്നെ മിണ്ടിയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ മിണ്ടാതിരുന്നപ്പോ അദ്ദേഹം കുലുങ്ങി ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞ വാക്ക് ഇപ്പോഴും എന്റെ മുഖത്ത്, ഞാൻ ആ മുഖം ഇങ്ങനെ കാണുകയാണ്. അദ്ദേഹം പറഞ്ഞു, എടാ, മുസ്ലിം സമുദായത്തിൽ ഇനി ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ അത് കള്ളപ്രവാചകനാന്ന് ഉറപ്പല്ല, അതിന് പറ്റിയാണ് ഇവനല്ലാതെ ആരാടാന്ന്. എന്നോട് ഷെയ്ഖുന ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദ, ആ മഹാൻ